ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിലൊരു ആൾട്ടർനേറ്റീവ് ആണ്. ഫോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പറയും വായിച്ചൂടെ ചോദിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കട്ടെ, എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടാണ് പോയിരുന്ന വായിക്ക് എന്ന് പറയുന്നത്, അതൊരു വെറും പ്രഹസനാണ്. അവിടെ ശരിക്ക് നമുക്ക് ഇതിൻ്റെ ഈക്കോ സിസ്റ്റത്തെ ഒന്ന് മാറ്റണം. നമ്മളൊരു ബബിളിലാണുള്ളത്, ശരിക്കും സോഷ്യൽ മീഡിയ ബബിൾ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ കാണിച്ചു തരുന്നു, നമ്മുടെ ഒരു അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നു. അവിടെ ശരിക്ക് ഇതിനെ മാറ്റുമ്പോൾ നമ്മുടെ വീടിൻ്റെ സിസ്റ്റം മൊത്തം മാറണം. അവിടെ ഞാൻ നിർബന്ധമായി പറഞ്ഞു, കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പുസ്തകം വായിക്കാത്തവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ പരാതി അവസാനിപ്പിക്കണം. കാരണം റീഡിങ് എന്നുള്ളത് ഒരു ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് നമ്മളാണ്. നമ്മൾ തുടങ്ങിയിട്ടാണ് കുട്ടികൾ പ്രാവർത്തികമാണ്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ നമ്മളെ തന്നെ സുഹൃത്ത്, ഇപ്പോൾ ഇത് കാണുന്ന ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുട്ടികൾ ഹോം സ്കൂളിങ്ങുള്ള കുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹോം സ്കൂളിങ്ങിലെ കുട്ടികൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ബുക്കുകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ മൂപ്പര് എടുത്ത് വന്നിട്ട് പറഞ്ഞു, ബുക്ക് വാങ്ങിക്കൊടുത്ത് ഇടങ്ങാറായി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം, ഈ തലമുറയിൽ ബുക്ക് വാങ്ങിക്കൊടുത്ത് ഇടങ്ങാറായ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പോൾ പറയുന്നത് അറിയോ, ഇവരെ വീട്ടിലെ പ്രധാന പണി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതിനെ ഇവർ റീപ്ലേസ് ചെയ്ത് ബുക്കാക്കി. വാപ്പയും അമ്മയും ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് മാറുന്ന പോലെ കുട്ടികൾ ബുക്കിലേക്ക് മാറാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ കൾച്ചർ തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് പോയാൽ കിട്ടുന്ന ഒരു ട്രാൻക്വിലിറ്റി ഉണ്ട്. നമ്മൾ പറയുന്നൊരു കോണ്ടന്റ്മെന്റ് ഉണ്ടല്ലോ, അവരുടെ സ്വഭാവത്തിൽ അവരുടെ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോൾ ആൾട്ടർനേറ്റുകൾ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം തുടങ്ങണം എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലെ സംസ്കാരത്തെ മൊത്തമായി മാറ്റും.